അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നിസാവിത്ത് അമ്നാസ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമുക്കിന്നിവിടെ ഒരു കോഴിയുടെ തയ്യാറാക്കാം കേട്ടോ. അപ്പം അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് മൈദയാണ് കേട്ടോ എടുക്കുന്നത്. എന്നിട്ട് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ള് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായി കുഴച്ചതിന് ശേഷം നമുക്കവിടെ മാറ്റി വയ്ക്കാം. ആ ടൈമിൽ നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം. അതിനായിട്ടൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഒരു സവാള ചേർത്ത് അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ അവിടെ മീറ്റ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വഴണ്ട് വന്നപ്പോൾ പിന്നെ മുളക് പൊടി ആവശ്യത്തിന് ചേർക്കാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, കറി മസാലപ്പൊടി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് കുറച്ച് ഒരു 1/2 ടീസ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിലേക്ക് ലാസ്റ്റ് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഫില്ലിങ് റെഡിയായി. ഇത് സമൂസയ്ക്കുള്ള ഫില്ലിങ് പോലെയോ ഏതൊരു ഇത് ഉണ്ടാക്കുകയാണെങ്കിലും അതിലേക്ക് ഇതേപോലെ ഒരു ഫില്ലിങ് ഉണ്ടാക്കിയാൽ റെഡിയായി കേട്ടോ. എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ടുള്ള മാവ് എടുക്കാം. അതിൽ നിന്ന് ഓരോ ഉരുളകളായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. എന്നിട്ട് ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ നമുക്ക് പരത്തിയെടുക്കാം. ഇതേപോലെ നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു കുപ്പിയുടെ അടപ്പ് കൊണ്ട് നമുക്ക് ഓരോ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ചെറുത് വേണമെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ വലുത് വേണമെങ്കിൽ വലിയ അടപ്പ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഇതേപോലെ ആയി കിട്ടും. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള മാവ് ഇങ്ങോട്ട് എടുത്തു മാറ്റാം കേട്ടോ. അതുകൊണ്ട് പിന്നെയും നമുക്ക് ചപ്പാത്തി പോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് പിന്നെയും ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് മസാല വെച്ച് അതിന് മുകളിലേക്ക് പിന്നെയും ഒരു മാവ് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഷേപ്പാക്കി എടുക്കാം കേട്ടോ. പിരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കോഴിയുടെ പോലെ നമുക്ക് പിരിച്ചെടുക്കാം. ഇതേപോലെയും ആക്കിയെടുക്കാം കേട്ടോ. നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങിയെടുക്കുന്ന കോഴിയുടെയില്ലേ അതേപോലെയും ആക്കിയെടുക്കാം. ഇനി അതല്ല, നമുക്ക് വലിയ അടപ്പ് കൊണ്ട് നമുക്ക് ഇതേപോലെ വലിയ മൂടി വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്ത് 2 എണ്ണാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്നും, പിന്നെ അതിന് ശേഷം ഒരു മാവും കൂടെ പരത്തിയെടുത്ത് ഒന്നുകൂടെ ആക്കിയെടുക്കാം. എന്നിട്ട് അതിനുള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഫില്ലിങ് വെച്ച് മുകൾ ഭാഗത്ത് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ പരത്തി വെച്ചതും കൂടി ഇട്ട് ഇതേപോലെ ആക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ചൂടുള്ള എണ്ണയിലേക്ക് വറുത്ത് കോരി എടുക്കാം. ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ കിട്ടും. എന്നിട്ട് നമുക്ക് ഒരു പാൻ എടുത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് തിരിച്ചു മറിച്ചിട്ട് മൊരിയിച്ചെടുക്കാം കേട്ടോ. ഇതേപോലെ ഓരോന്നിട്ടെടുക്കാം. അപ്പോൾ നമുക്ക് പല ഷേപ്പിലായിട്ട് തയ്യാറാക്കാം കേട്ടോ. കോഴിയുടെ ഷേപ്പും പിന്നെ ഇറച്ചിപ്പത്തിരിയുടെ ഷേപ്പൊക്കെയാണ് കേട്ടോ ഇതുള്ളത്. ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇൻഷാ